യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ ചിന്തിച്ചത് ഈ ലോത്തിനെ കുറിച്ചുള്ളതായ ഈ വേദഭാഗങ്ങൾ വളരെ വേഗം തീർക്കാം എന്നുള്ളതാണ്. എന്നാൽ ഈ ദിവസങ്ങളൊക്കെ ഞാൻ ഈ വേദഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ കാലികമായിട്ടുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ളതുമായ കാര്യങ്ങൾ, ദൂതുകൾ നമ്മളോട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ സാവധാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനേക ആത്മീക കാര്യങ്ങൾ, ആത്മീക പാഠങ്ങൾ നമുക്ക് ഇതിൽ കൂടെ പഠിക്കുവാൻ കഴിയുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് അബ്രഹാമിനെ കുറിച്ചുള്ള വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ കൂടുതലായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. എന്നാൽ ലോത്തിനെ പോലെയുള്ള ഒരു വ്യക്തി, അദ്ദേഹം അനുഭവിക്കുന്നതായ ജീവിതത്തിൻ്റെ സംഭവങ്ങൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന് പറ്റിയതായ വീഴ്ച, ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ ഈ വേദഭാഗങ്ങളിൽ തന്നെ കൂടുതൽ ഇപ്പോൾ നിൽക്കാൻ കാരണം. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ആവർത്തന വിരസത ഉണ്ടാക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വിരസത ഉണ്ടാകാതെ വചനം ശുശ്രൂഷിപ്പാനാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടതായ വളരെ പ്രധാനപ്പെട്ട കാര്യം, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക എന്ന് ലോത്തിനോട് പറയുമ്പോൾ തന്നെ ദൂതന്മാർ അവനോട് പറയുന്ന കാര്യം, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. അതായത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശമുണ്ട്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതായ സ്ഥലം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, അതിൽ നിന്നും ദൈവം നമ്മളോട് പറയുന്നു, നീ ഇവിടെ നിൽക്കരുത്, പുറകോട്ട് നോക്കരുത്, നിൽക്കരുത് എന്ന് മാത്രമല്ല, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ. അതിനർത്ഥം എത്രത്തോളം നീ ഇവിടെ നിൽക്കുന്നുവോ അത്രത്തോളം നാശമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ ദൈവത്തിൻ്റെ ആഹ്വാനം വന്നു കഴിഞ്ഞു. കർത്താവ് യേശുക്രിസ്തു വന്ന് ആ ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ഈ ലോത്തിനോട് പറയുന്നതായ അതേ ഒരു സന്ദേശത്തിൻ്റെ ബാക്കിയായിട്ട് വേണം നമുക്ക് ചിന്തിപ്പാൻ. അതേ ദൈവത്തിൻ്റെ ആ വചനം നമ്മളോട് പറയുന്നു, ഈ ലോകം വിട്ട് നമ്മൾ ഓടിപ്പോകണം. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അക്ഷരികമായി എടുക്കരുത്, ഇതിനൊരു ആത്മീകമായ അർത്ഥമാണുള്ളത്. ആ ഓടിപ്പോകൽ എന്ന് പറയുന്നത് പാപത്തെ വിട്ട് ഓടിപ്പോകുക. ഇവിടെ നമ്മൾ സമയം ചെലവഴിക്കരുത്. ഇവിടുത്തെ ഭംഗിയോ ഇവിടുത്തെ ആഡംബരമോ ഇവിടുത്തെ വസ്തുവകകളോ ഒന്നും തന്നെ നമ്മുടെ ആത്മീയമായ ദൃഷ്ടിയെ കേടുവരുത്തുന്നത് ആകരുത്. ആത്മീയമായ ദൃഷ്ടിയിൽ, അതെ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ സ്വർഗീയ കാഴ്ചപ്പാടോടുകൂടെ നമുക്ക് ഓടുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ദൈവത്താലുള്ള ആ അനുഗ്രഹം, അതേ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്കും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കും നമുക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ. നോക്കൂ, ഈ ഒരു സാഹചര്യത്തിൽ പോലും ദൈവത്തിന് ലോത്തിനെ കുറിച്ചുള്ള ഒരു രക്ഷാ പദ്ധതി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ പാപിയായി തീർന്ന് ഒരാൾ ആ ദേശത്ത് നശിച്ചു പോയെന്ന് ലോകം മുഴുവൻ പറഞ്ഞാൽ പോലും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം തൻ്റെ ഉദ്ദേശവും തൻ്റെ പദ്ധതിയും വെളിപ്പെടുത്തി ആ വ്യക്തിയെ അത് വിടുവിപ്പാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശവും ഈ വചനഭാഗത്തുണ്ട്. പലപ്പോഴും ആളുകൾ എന്താ ചിന്തിക്കുന്നത്, ഞാൻ പലരോട് സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി, അതേപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അതേ മറ്റ് വേണ്ടാത്തതായ കാര്യങ്ങൾക്കും വളരെ അഡിക്റ്റഡായി തീരുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഇനി എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, ഞാൻ ഒരിക്കലും നന്നാവില്ല, ഞാൻ നന്നാവില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, യെസ്, നീ നന്നാകുന്നില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടാകും, എന്നാൽ നിന്നെ നന്നാക്കുവാൻ കഴിയുന്നതായ ഒരു ദൈവമുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ലോത്തിനോട് പറയുന്നു, നിനക്ക് രക്ഷയുണ്ട്, നീ രക്ഷപ്പെട്ടുള്ളൂ, നിനക്കിപ്പോൾ ഇവിടുന്ന് പോകുവാൻ കഴിയുന്നില്ല. അത്രത്തോളം ഈ സ്വതവുമായിട്ട് ലോത്തും കുടുംബവും ബൈൻഡഡാണ്. എന്നാൽ ദൂതന്മാർ ഇവിടെ വരാൻ കാരണം ഈ ലോത്തിനെയും കുടുംബത്തെയും അവിടുന്ന് വിടുവിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഈ വിടുവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫിസിക്കലി അവർ ബൈൻഡഡ് ആണോ അല്ല എന്ന് നമുക്കറിയാം. അവരുടെ കൈകളിലോ കാലുകളോ ചങ്ങലയിടുകയോ അവരെ കെട്ടിയിടുകയോ അവർ ചെയ്തിട്ടില്ല. മറിച്ച് അവരുടെ ഇവിടുത്തെ ബൈൻഡിങ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ബൈൻഡിങ് ആണ്, ആത്മീയമായിട്ടുള്ള ഒരു കെട്ടുപാടാണ്. ഈ കെട്ടുപാട് അഴിക്കണമെങ്കിൽ സ്വർഗീയമായ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മീയമായിട്ടുള്ള ഈ കെട്ട് അഴിയത്തുള്ളൂ. അതായത് പിശാച് കെട്ടിവെച്ചിരിക്കുന്ന കെട്ട് അഴിക്കണമെങ്കിൽ
സ്വർഗീയമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഇന്നും ആളുകൾ സത്യവചനം കേൾക്കാറുണ്ട്, സുവിശേഷം കേൾക്കാറുണ്ട്. പക്ഷേ അവർ ബന്ധിക്കപ്പെട്ട ബന്ധനത്തിൽ നിന്നും അവർക്ക് സ്വതന്ത്രം പ്രാപിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ അവർ പറയുന്നു, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ ട്രഡീഷൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല. അവർക്കറിയാം അവരുടെ ട്രഡീഷൻ ഒരു പ്രശ്നമായി അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ബന്ധങ്ങൾ, അതേപോലെ തന്നെ ചില കടപ്പാടുകൾ, ഇതൊക്കെ നമുക്ക് ഒരു സ്പിരിച്വൽ ബൈൻഡിങ് ആയി നിൽക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ആഗ്രഹമുണ്ട്, യെസ് ഐ നോ ദ വേർഡ് ഇസ് ട്രൂത്ത്, ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അനുസരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം ഐ ആം സ്പിരിച്വലി ബൈൻഡഡ്, ഞാൻ ആത്മീയമായി കെട്ടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഇവിടുത്തെ ഈ ഹെവൻലി വിസിറ്റേഷൻ, അതായത് സ്വർഗീയമായ സന്ദർശനം, ദൂതന്മാർ കടന്നു വന്നത് അതേ ലോത്തിനെയും കുടുംബത്തെയും വെടിവെപ്പാനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ലോത്ത് വളരെ സാവധാനതയോടുകൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഒരിക്കലും ഒരു താല്പര്യമുണ്ടെന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് പോലും ലോത്തിൻ്റെ ഭാഗത്തില്ല. പക്ഷെ അവിടെ എല്ലാം ദൂതന്മാർ നിന്നുകൊണ്ട്, അതേ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതുപോലെ ഇവിടെയുള്ള 2 ദൂതന്മാർ തങ്ങൾക്ക് 2 പേർക്കുമുള്ള 4 കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൈയിൽ ലോത്തിനെ പിടിക്കുന്നു, മറ്റേ കൈയിൽ ലോത്തിൻ്റെ ഭാര്യയെ പിടിക്കുന്നു. അതേ മറ്റൊരു ദൂതൻ അവൻ്റെ ഒരു കൈ ഒരു മകളുടെ കൈക്ക് പിടിക്കുന്നു, അതേ മറ്റൊരു കൈ മറ്റൊരു മകളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അതേ ഈ ദൂതന്മാരുടെ കൈകളെല്ലാം തന്നെ എൻഗേജഡായി ഈ ഭവനത്തെ വിടുവിക്കുവാൻ നോക്കുകയാണ്. ഇനി അടുത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്, പട്ടണത്തിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞ് തീർച്ചയായിട്ടും ദൂതന്മാർ പറയുന്നു, ഇനി നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ചെയ്യണം, ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം. എന്താണ് ജോലി? ഇവിടെ നിൽക്കരുത്, ഇവിടെ നിന്നാൽ നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ എവിടേക്ക് പോകണം? നാശം സംഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഇത് ആത്മീയമായി വ്യാഖ്യാനിക്കേണ്ട ഒരു വേദഭാഗമാണ്. പർവ്വതത്തിലേക്ക് ഓടിപ്പോക, അതെ ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക, ദൈവ സാന്നിധ്യത്തിലേക്ക് ചെല്ലുക. അവിടെയാണ് നിങ്ങൾക്ക് സേഫ്റ്റി ഉള്ളത്, അവിടെയാണ് നിങ്ങൾ സേഫ് ആകുന്നത്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം മാത്രമേ നമ്മെ സേഫ് ആക്കത്തുള്ളൂ. ബാക്കി ഏതൊരു സ്ഥലവും നമുക്ക് സേഫ് അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ വളരെ ടെൻഷൻ ഉള്ളിലുണ്ടാകാറുണ്ട്. ചില വിഷയങ്ങളെ ഓർത്ത്, ചില കാര്യങ്ങളെ ഓർത്ത് പലപ്പോഴും മനസ്സിൽ വല്ലാത്ത ആധിയും പ്രയാസം ഉണ്ടാകാറുണ്ട്. ആ സമയം ഞാൻ ചെയ്യുന്നത് ദൈവസന്നിധിയിലേക്ക് ചെല്ലും. മനസ്സുകൊണ്ട് ആത്മീയമായിട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ദൈവത്തോട് ഞാൻ ആ വിഷയങ്ങൾ പങ്കിടും. എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അതേ ദൈവത്തിന് മനസ്സിലാകത്തക്കവണ്ണം ഞാൻ ആത്മീയമായി അതിനെ കോൺവേ ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് ഇന്നത് നമ്മൾ അറിയുന്നില്ല, പക്ഷേ ആത്മാവ് ദാനും ഉച്ചരിച്ചൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ഹൃദയത്തിൻ്റെ ചിന്തകൾ ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അതേ അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതേ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുക വഴി. അതേ അതുതന്നെയാണ് ലോത്തിനോടും കുടുംബത്തോടും ഈ ദൂതന്മാർ ആവശ്യപ്പെടുന്നത്, ഈ പർവ്വതത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോകാം. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, ഈ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് ദൂതന്മാർ പറഞ്ഞതിന് ലോത്ത് മറുപടിയായി പറഞ്ഞതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 18-ാമത്തെ വാക്യം, ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്കടിയനോട് കൃപ തോന്നിയല്ലോ, എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷെ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. നോക്കൂ, എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. അപ്പോൾ ജീവരക്ഷ ഉണ്ടാകാനുള്ള പദ്ധതി ദൈവം പറഞ്ഞു കൊടുത്തു, എന്നാൽ അത് ലോത്തിന് ആക്സെപ്റ്റബിൾ അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് വായിച്ചു കേൾപ്പിച്ചല്ലോ മറ്റൊരു വേദഭാഗത്ത്, അതേ 13-ാം അധ്യായത്തിൽ ലോത്ത് സ്വയം തീരുമാനമെടുക്കുന്നു. ഇവിടെയും തനിക്ക് തൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ഒരിക്കലും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു ജീവിത ശൈലി അല്ലായിരുന്നു ലോത്തിൻ്റെത്. എന്നാൽ തിരിച്ച് അബ്രഹാമിനെ നോക്കിക്കേ, അബ്രഹാമിൻ്റെ ജീവിതം എപ്പോഴും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. ദൈവത്തിന്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായ അബ്രഹാമിൻ്റെ പ്രാർത്ഥന 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ധൈര്യത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാമിനെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ലോത്ത് ദൂതന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൂതന്മാരോട് താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, വാസ്തവത്തിൽ ദൂതന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന തുല്യമാണ്. അപ്പോൾ ഈ ദൂതന്മാരോട് അവൻ ആശയവിനിമയം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ ദയനീയതയുള്ള മുഖഭാവത്തോടു കൂടെ, വളരെ വിറയ്ക്കുന്നവനായി,
ഭയപ്പെടുന്നവനായി, സംശയങ്ങൾ ഉള്ളവനായി അത് ഈ ദൂതന്മാരോട് സംസാരിക്കുന്ന ലോത്തിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ഏതൊരു വ്യക്തിക്കും ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കൽ ചെല്ലാൻ കഴിയുമ്പോൾ, അപ്രകാരം ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തി എപ്പോഴും ഈ ലോത്തിനെ പോലെയുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും അവൻ്റെ പ്രാർത്ഥനയിലുള്ളത്. എന്ന് മാത്രമല്ല, അവന് തനിക്ക് തോന്നിയതായ പരിപാടികളും പദ്ധതികളുമായിരിക്കും അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ വഴികളിൽ ദൈവം ഒരിക്കലും ഇടപെടുകയില്ല. കാരണം അത് നമ്മുടെ വഴിയായതുകൊണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെയാണോ നിങ്ങൾ ദൈവത്തോട് പെരുമാറുന്നത്? ആത്മീയമായ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണോ നിങ്ങളായിരിക്കുന്നത്? നമ്മൾ ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. നോക്കൂ, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ, അതെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് എങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുമുണ്ട്. നോക്കൂ, ഇവിടെ ലോത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ദയനീയ ഭാവത്തോടു കൂടിയുള്ള മനുഷ്യനായിട്ടാണ്. നോക്കൂ, അവൻ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? താൻ പറയുന്നു, ഞാൻ പർവ്വതത്തിലേക്ക് ഓടിയെത്തുവാൻ കഴിയാത്തതായ ഒരു വ്യക്തിയാണ്, എനിക്കതിന് കഴിയത്തില്ല. കാരണം അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയെ അംഗീകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ധാരാളം കാരണങ്ങൾ അവന് പറയാനുണ്ടായിരിക്കാം. ഒന്നുകിൽ അവൻ്റെ ആരോഗ്യസ്ഥിതി, അല്ലെങ്കിൽ തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, അവരുടെ ആങ്സൈറ്റികൾ, കൺസേൺസ്. ഇതെല്ലാം കേട്ട് പർവ്വതം വരെ ഓടിപ്പോകുക എന്ന് പറയുന്നത് ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെന്ന് അവന് തോന്നുന്നുണ്ടാകും. പക്ഷേ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് പെർഫെക്റ്റ് അല്ലേ, അത് തികവുള്ളതല്ലേ? പക്ഷെ അതിനോട് ഒരിക്കലും യോജിക്കുവാൻ ലോത്തിന് സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, താൻ ഭയപ്പെടുന്നു, എനിക്ക് ദോഷം തട്ടിയുള്ള മരണം സംഭവിക്കും. ഒരുപക്ഷെ താൻ ചിന്തിക്കുന്നു, ഈ പർവ്വതത്തിലേക്ക് ഞാൻ കയറിപ്പോകുമ്പോൾ എനിക്ക് വീഴ്ച സംഭവിക്കാം, എനിക്ക് ഏതെങ്കിലും ആപത്ത് സംഭവിക്കാം, എനിക്ക് അതുവഴി മരണമുണ്ടാകാം. നോക്കൂ, ഇപ്പോൾ മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നതായ ഒരു ലോത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ തൻ്റെ സ്വന്തം തീരുമാനങ്ങളിൽ അവൻ മരണത്തെ ഭയപ്പെടുന്നില്ല. തൻ്റെ സ്വന്തം തീരുമാനങ്ങളിൽ അവൻ വിജയിക്കുമെന്ന് അവൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മുടെ വിഷയങ്ങൾ ഇതുതന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പദ്ധതികളിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. പക്ഷെ ദൈവം പറയുന്ന കാര്യത്തിൽ നമുക്ക് ശരിയായി വിശ്വസിക്കുവാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, നമ്മൾ അവിടെ അപകടങ്ങൾ പ്രതീക്ഷിക്കുന്നു, ആപത്ത് പ്രതീക്ഷിക്കുന്നു. മനുഷ്യൻ നിന്ദിക്കുമോ, മനുഷ്യൻ കളിയാക്കുമോ, ദേശത്ത് അപമാനിക്കപ്പെടുമോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം വിളിച്ച വിളിയിൽ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല. ദൈവം നീ ലജ്ജിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. പക്ഷെ നമ്മുടെ ചിന്ത നേരെ തിരിച്ചാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. എന്നാൽ അവൻ്റെ വഴികളിൽ ഞാൻ നടന്നാൽ അവൻ എൻ്റെ കാര്യത്തിൽ ഉത്തരവാദിയായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരെങ്കിലും തങ്ങളുടെ സ്വന്തം വഴികളിലൂടെ നടക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അതേ ദൈവത്തിൻ്റെ വചനം, അതേ സദൃശവാക്യത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, നമ്മൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നുള്ളത്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമുക്ക് സ്വന്തമായി വിവേകമുണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിവേകങ്ങളിൽ നമ്മൾ ഊന്നരുത്. മറിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും അവൻ്റെ തീരുമാനങ്ങളിലും അവൻ്റെ പദ്ധതിയിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അതെ, നമുക്കറിയാം, നമുക്കെല്ലാവർക്കും നല്ല അറിവുള്ളവരാണ്, നല്ല വിവേകമുള്ളവരാണ്. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിവേകത്തെക്കാളും സ്ഥാനം ദൈവത്തിൻ്റെ ആ ഒരു അറിവിന്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയണം. അതെ, ദൈവം മനുഷ്യൻ്റെ ജ്ഞാനത്തെക്കാൾ ഉപരിയായി അതെ തൻ്റെ ജ്ഞാനം ശ്രേഷ്ഠമുള്ളതാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നല്ലോ. അതെ, ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. വാസ്തവമായിട്ടും നമ്മുടെ തീരുമാനങ്ങളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്കും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുവാൻ ഞാനിന്ന് നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ സ്വന്തം വിവേകങ്ങളിൽ ഊന്നുന്നവരും, കർത്താവേ, അങ്ങയുടെ പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാതെ, അറിയാതെ, അങ്ങയുടെ ഉദ്ദേശത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ ജീവിക്കുമ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരും തന്നെ ആ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.